അഴിമതിക്കെതിരായ വിധിയെഴുത്താകും ഇത്തവണ പുതുപ്പള്ളിയിലുണ്ടാവുകയെന്ന് മണ്ഡലത്തിലേക്ക് സിപിഐഎം പരിഗണിക്കുന്ന എസ്എഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക്സി തോമസ് പറഞ്ഞു. കഴിഞ്ഞ 10 തവണ എംഎൽഎ ആയിട്ടും ഒരു വികസനവും കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനെതിരെ ശക്തമായ ജനവികാരമുണ്ടെന്നും ജെയ്ക്സി തോമസ് റിപ്പോർട്ടറോട് പറഞ്ഞു. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാത്തതിനാൽ വോട്ടർ എന്ന നിലയിൽ മാത്രമേ തനിക്ക് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ വിലയിരുത്താനാവൂ എന്ന് പറഞ്ഞാണ് ജെയ്ക്സി തോമസ് സംസാരിച്ചു തുടങ്ങിയത്. പുതുപ്പള്ളി മണ്ഡലത്തിൽ 11ാം തവണയും ജനവിധി തേടുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായ ജനകീയ രോഷമാണുള്ളതെന്ന് ജെയ്ക്ക് പറഞ്ഞു. അഴിമതിയുടെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഉമ്മൻചാണ്ടിക്കെതിരായ വിലയിരുത്തലാവും ഇക്കുറി ഉണ്ടാവുക. ഉമ്മൻചാണ്ടിയുടെ ചിരിക്ക് പിന്നിലെ കാപട്യം പുതുപ്പള്ളിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പല ഘട്ടങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ ജനം വിശ്വസിച്ച ചിരി എത്രമാത്രം പൊള്ള നിറഞ്ഞതും കപടത നിറഞ്ഞതുമാണെന്ന് സമാനതകളില്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പ്രചരണത്തിന് വിഷയമാകാൻ വേണ്ടി പോകുന്ന അഴിമതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനത്തിരിക്കുന്നയാൾ അയാൾ മത്സരിക്കുന്ന മണ്ഡലത്തിലും അതിനെതിരായുള്ള ജനങ്ങളുടെ പ്രതികരണവും വിധിയെഴുത്തും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. എംഎൽഎയും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്നിട്ടും മണ്ഡലത്തിൽ ഒരു വികസനവും കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനെതിരെയും ജനവികാരം ഉയരും. ഇവിടെ 46 വർഷം തുടർച്ചയായിട്ടൊരു മണ്ഡലത്തെ പ്രതികരിക്കുന്ന മനുഷ്യന് തൻ്റെ മണ്ഡലത്തിന് എന്ത് നൽകാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ നല്ല കോൺഗ്രസ്സുകാർക്ക് പോലും ഉമ്മൻചാണ്ടി കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായിട്ട് പുതുപ്പള്ളി മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല എന്നതാണ് വസ്തുത. മണർകാട് ചിറയിൽ വീട്ടിൽ MD തോമസിന്റെ മകനായ ജെയ്ക്സി തോമസ് CMS കോളേജ് സമരത്തിലൂടെയാണ് പ്രശസ്തനായത്. പുതുപ്പള്ളി മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള യാക്കോബായ യുവാക്കാനായ ജെയ്ക്കിലൂടെ ശക്തമായ പോരാട്ടമാണ് മണ്ഡലത്തിൽ CPM ലക്ഷ്യമിടുന്നത്. റിപ്പോർട്ടർ, കോട്ടയം.